പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സൃഷ്ടാവില്ലാതെ, ഒരു ഡിസൈനർ ഇല്ലാതെ, ഒരു ഇന്റലിജൻസ് സോഴ്സ് ഇല്ലാതെ DNA ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സയൻസാ പറയുന്നത്. ChatGPT ചോദിച്ചാൽ ChatGPT പറഞ്ഞിരുന്നുണ്ട്. ഞാൻ അതിനോട് ChatGPT ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ChatGPTക്ക് വേറൊരു ഇന്റലിജൻസ് ഉണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് വേണ്ട രീതിയിൽ മറുപടി തരാൻ മൂപ്പർക്ക് കഴിയും. നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി തരാനും ChatGPTക്ക് കഴിയും. അതൊരു അന്തിമമാക്കല്ല. മനുഷ്യന്റെ അക്കല് നോക്ക്. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സങ്കീർണമായ മനുഷ്യനെ കുറിച്ചുള്ള അറിവ്, ഒരു വാപ്പയുടെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ പിതാവിന്റെ നഖത്തിന്റെ കളർ പോലും, വിരലിന്റെ രൂപം പോലും, ചുണ്ടും പല്ലുകളും കണ്ണും കൺപുരികവും തലമുടി പോലും, എന്തിനേറെ ചിരിയും ശബ്ദം പോലും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നത് DNA എന്ന് പറയുന്ന അതിസങ്കീർണമായ വൈജ്ഞാനിക എൻസൈക്ലോപീഡിയകളിലൂടെയാണ്. ഇതില്ലെങ്കിൽ മനുഷ്യനില്ല. മിൻ നുത്ഫത്തിൻ ഖദ്ദറഹു, മിൻ നുത്ഫത്തിൻ ഖദ്ദറഹു. അല്ലാഹു വളരെ മനോഹരമായി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് അല്ലാഹു പറയുന്നിടത്ത് DNA പോലെയുള്ള അതിസങ്കീർണമായ വിവരങ്ങളെ അല്ലാഹുവാണ് അതിന്റെ ഉള്ളിൽ വെച്ചത്. മനുഷ്യന് ചെയ്യുക സാധ്യമല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ഖുർആൻ ചോദിക്കുകയാണ്, ഖുർആനിൽ പരന്നു കിടക്കുകയാണ് ചോദ്യങ്ങൾ. നിങ്ങൾ പറയൂ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരും സൃഷ്ടിക്കാതെ നിങ്ങൾ താനേ ഉണ്ടായതാണോ?